പിന്നെ മഴ നിൽക്കുന്നില്ല. ഒരാഴ്ച തുടർന്ന് മഴ പെയ്താൽ എന്താവും സഹോദര? ഏതാണ് നാട്? പാർപ്പിന്റെ ബിൽഡിംഗ് ഉണ്ടോ? വെറും ഈത്തപ്പന്റെ മക്കൾ കൊണ്ട് നിരക്കി അതിന്റെ മുകളിൽ മണ്ണും പുല്ലുമിട്ട് ഉണ്ടാക്കിയ വീടുകളാണ്. മഴ പെയ്താൽ മുഴുവൻ കുത്തിയൊലിച്ചു പോകൂലേ? അങ്ങനെ എന്തായി ഒരാഴ്ച മഴ എന്തേ നിൽക്കാത്തത്? ചോദിച്ചു വാങ്ങിയ മഴയാണിത്, സാധാരണ മഴയല്ല. ചോദിച്ച ആള് പറഞ്ഞാലേ നിർത്തൂ. ചോദിച്ചവനും പറഞ്ഞാൽ മാത്രമേ അവൻ നിർത്തൂ. പിറ്റത്തെ വെള്ളിയാഴ്ച അയാളോ അല്ലെങ്കിൽ അയാൾ തന്നെയോ വേറൊരാളെ വന്ന് പറയുന്നു, നബിയേ അങ്ങനത്തെ സുബിലു അരക്കത്തിൽ നമ്മാറു ബഹുദ്യമത്തിൽ ബുയുത്തു, വീടുകളൊക്കെ പൊളിഞ്ഞു വീണുപോയി. ഒരു ഭാഗത്ത് വന്നാലും ലോകം മുഴുവനും മഴ. അവന്റെ മഴ ഒന്ന് നിർത്തിക്കിട്ടാണ്. റസൂല് ചിരിച്ചു. അള്ളാഹുവിന്റെ റസൂൽ ആ പ്രാവശ്യം എന്ത് പറഞ്ഞു? പടച്ചവനെ, നീ എന്ത് ചെയ്യണം? മദീനത്തിന്റെ ഇത്ര വട്ടത്തിൽ മഴ വേണ്ട, അതിന് അപ്പുറം ഇപ്പുറം മലയിലും മുഴുക്കമായിരുന്നു. അപ്പോൾ തങ്ങൾ പറഞ്ഞ അവസരത്തിൽ മേഘം മുഴുവനും മാറി. അങ്ങോട്ട് കഴിഞ്ഞ് എത്രത്തോളം മദീനത്തിന്റെ അത്ര വട്ടം ആകാശം തെളിഞ്ഞു കാണുന്നു. ഇതല്ലേ കുതിരത്ത്? ആ നബിനോടല്ലാതെ പിന്നെ ആരാടാ പറയാൻ? അത് മുന്തിയ ചുരുക്കും കുഫറാണെങ്കിൽ പിന്നെ നീ ആരാ? പിന്നെ ഇവിടെ ആരാ രക്ഷപ്പെടുക? അങ്ങനത്തെ റസൂലിന് ഇങ്ങനെ കുറ്റം പറയും. അത്ര എന്തെല്ലാം പറഞ്ഞാൽ അള്ളാനെ ചീത്ത പറഞ്ഞു അള്ള ഓറ്റും, അള്ളാഹ് ചീത്ത പറഞ്ഞു അള്ളാഹലാക്കൂല, അപ്പൊ റസൂലിനെ പറഞ്ഞു ഹലാക്കൂല. ഇതൊക്കെ സമയം വെച്ചിട്ടുണ്ട് വരെ അതൊക്കെ നടക്കണ്ടേ? അതാണ് ആ പറഞ്ഞതിന്റെ ഹിക്മത്ത്. അതുകൊണ്ട് അള്ളാന്റെ റസൂലിനോടുള്ള മഹബത്ത്, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ മാലിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഒരാളെ ഈമാനും പൂർണ്ണമല്ല, ഞാൻ അവനെ കൊള്ള ഏറ്റവും ഇഷ്ടമുള്ളവനാണ്. അവന്റെ എല്ലാത്തിനേക്കാൾ ഉമ്മ ആപ്പ മക്കള് അതിന് ഔലാദ് സർവ്വ ജനങ്ങളെക്കാളും ഞാൻ അവനെ കൊള്ളാം. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്നാ നിന്റെ ഹേറിയെ സംബന്ധിച്ച്? നബിയെ, എന്റെ നഫ്സല്ലാത്ത സർവ്വത്തേക്കാളും തങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. നിന്റെ ഈമാൻ പൂർത്തിയല്ല, പൂർണ്ണമല്ല ഉമറേ. പിന്നെന്ത് വേണം? നിന്റെ നഫ്സിനേക്കാളും നീ എന്നെ ഇഷ്ടപ്പെടണം. ഓർഡർ പ്രകാരം പറയണതാണിത്. ഒരാളെ മതിയായ സ്വന്തം മതിയെ പറയില്ല. അള്ളാഹു പറഞ്ഞിട്ടാ പറയുന്നത്, അല്ല പറയില്ല. അതാണ് അള്ളാഹു പറഞ്ഞു. അപ്പം തോന്നു, ഓ എന്റെ സ്വന്തം നഫ്സിനേക്കാളും ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയും. അല്ല ഇമാനോ, ഇപ്പോൾ നിന്റെ ഈമാൻ പൂർത്തിയായി. അപ്പൊ ഇവിടെ പൂർണ്ണമായ റസൂലിന്റെ മഹബത്ത്. ആ മഹബത്ത് എത്ര ശക്തി ഉണ്ടോ അത്ര തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രത്യേക ഇനായത്തും പ്രത്യേക തിരുനോട്ടവും ഞങ്ങളിലേക്ക് ഉണ്ടാവും. സലാത്ത് ഇരിക്കണമെന്ന് അന്നെ തിരിഞ്ഞത് കഴിയൂലേ? റസൂലിന്റെ മേൽ സലാത്ത് പഠിപ്പിച്ചോ? അതിനാ ഞാൻ ഈ സലാത്ത് പറഞ്ഞത്. ആ ഭാഗമൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. നായത്ത് സലാത്ത് എല്ലാവർക്കും അറിയാം. ഒരുത്തൻ നായത്ത് സലാത്തിന്റെ പേരെന്താന്നറിയോ? നായത്ത് നാല് പറഞ്ഞാൽ തീയാണല്ലോ. നായത്ത് സലാത്ത് ആ സലാത്തില്ല, തീ കിടക്കുന്ന. അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അങ്ങനെ പറഞ്ഞവൻ ആദ്യം തീ കിടക്കും. നായത്ത് സലാത്ത് തീരുവാനല്ല. നാജിയത്ത് സലാത്ത് എന്നൊരു പേരുണ്ട്, അതാണ് ആദ്യം. പിന്നത്തെ സലാത്തോ? ആ ഈ നായത്ത് സലാത്ത് തന്നെ എത്ര ഫായിദയാണെന്നറിയോ? വളരെ ഫായിദകളുണ്ട്. 4444 നായത്ത് സലാത്ത് ഏതൊരാവശ്യത്തിനും അവൻ ചെല്ലിയാൽ അതിനവന്ന് ശരിയാക്കി റബ്ബനോട് ചോദിച്ചാൽ സംഗതിയാവും. ഏത് മാറാത്ത രോഗവും അങ്ങനെ മാറിയിട്ടുണ്ട്. പിന്നെ മറ്റേ സ്ഥലത്തോ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ആ സ്ഥലത്ത് എന്താണെന്നറിയോ? അങ്ങനെ പതിവായിട്ട് ഒരു ദിവസം 33 ചൊല്ലിക്കും. കടണ്ടെങ്കിൽ കൂടുതൽ കടണ്ടെങ്കിൽ 300 ചൊല്ലിക്കും. ഒരു ദിവസം രാപ്പകലിനായി ചെല്ലിയാൽ മതി, സംസ്കാരത്തിന്റെ പറയുകയൊന്നുമില്ല. അങ്ങനെ പതിവായി ചെല്ലിയാൽ അള്ളാഹു നിന്റെ കടം വിട്ടി തരും. അതിലൊക്കെ സംഭവങ്ങൾ നമ്മളെ പൊന്മള അബ്ദുൽ ഖാദർ പറയും. അതിന്റെ കഥ
ഞാൻ അങ്ങനെ എവിടുന്നോ പറഞ്ഞു കേട്ട ഒരാൾ ചെന്നിട്ടോ ആരായിക്കൊരു പൊതി കിട്ടി, റൂമിന്റെ അടുത്തുനിന്ന് ഒരു പൊതി കിട്ടി. തുറന്നു നോക്കാൻ പയ്യ ആരോ തീർന്നു പാത്ത് വെച്ച് വന്നാ കൊടുക്കാൻ ഞാൻ. അപ്പൊ ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞോ ഇവിടുത്തെ ഒരു പൊതി നിങ്ങൾ കിട്ടിയോ? കിട്ടി, അത് നിങ്ങൾക്കുള്ളതാന്ന് പറഞ്ഞു. ഒറ്റ പോയി തുറന്നു നോക്കുമ്പോഴത്തേണ്ട് 6000 ദിർഹം. എത്ര? 6000 ഉറുപ്പിയല്ല, 6000 ദിർഹം. മഴയുണ്ടോ? اللهم حوالينا لا علينا اللهم حوالينا لا علينا. അതാ റസൂൽ പറയുന്നത്. അല്ലാഹു അങ്ങനെ ആയിട്ടാണ് നമ്മളെ യോഗ ചെയ്യണവരെ കുറച്ച് നിർത്തി സമയം നമുക്ക് വേണം, പക്ഷെ ഇപ്പം കുറച്ച് ഒഴിവാക്കി തന്നെ അത് വേണം. അതുകൊണ്ട് അർഹമുർറാഹിമായ തമ്പുരാനെ ഈ എളിയ എന്നെ ആദരിക്കേണ്ട യാതൊരു കാര്യമില്ല. എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല. ഞാനിന്ന് വരുമ്പോ കാണുന്നവരെ എന്റെ കണ്ണുനീർ വന്നുപോയി. കാരണം വല്ല കിബറോ വല്ലതും വന്നു പോവാന്നുള്ള പേടി കൊണ്ട്, വേറൊന്നുമല്ല. അതൊക്കെ പിന്നെ എന്തിന് സുന്നത്ത് ജമാഅത്തിന്റെ ആവശ്യത്തിന് ആൾ കൂടുമല്ലോ. നിങ്ങളൊരു സംഘടന അത് കൊതു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കൂലേ. അപ്പൊ എന്താ ഈ റസൂലിന്റെ ഹബ്ബു റസൂലിന്റെ കൈയാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് അല്ലാഹു നമ്മളെ ആ റസൂലിനോടുള്ള മഹബത്ത് പൂർണ്ണമായാവണമെങ്കിൽ എന്ത് വേണോ? ശരീഅത്തിന്റെ നിയമം അനുസരിച്ച് നടക്കണം നമ്മൾ. പിന്നെ വെറുതെ പ്രിയം എന്ന് പറഞ്ഞാൽ പോരാ. 5 വക്ത് സ്കൂളിൽ വിളിച്ച് ഞാൻ പ്രിയം അറിഞ്ഞുകൊണ്ട് തുന്നിൽ ചാടിയാവോ? അതുകൊണ്ട് അല്ലാഹു നമ്മളെല്ലാം പൂർണ്ണമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വിശ്വാസാചാരത്തിൽ അടിയുറച്ചു നിന്ന് പരിപൂർണ്ണ ഈമാൻ കിട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ച് മരിക്കുന്ന സജ്ജനങ്ങളിലാക്കട്ടെ. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദീൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ സ്ഥലത്ത് കിടക്കാൻ നേരത്ത് 10 സലാത്ത് ചൊല്ലിക്കോ. വെള്ളിയാഴ്ച രാവ് അല്ലാത്ത പ്രശ്നം. വെള്ളിയാഴ്ച രാവ് 100 ചൊല്ലിക്കോ എന്ന ആക്രമത്തിന്റെ കാര്യം പേടിക്കണ്ട, അല്ലാഹു ചെയ്യും. അങ്ങനെ നമ്മളെല്ലാ സംഗതിയും അല്ലാഹു സലാമത്താക്കി തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഈ വസിയത്ത് ഞങ്ങൾക്ക് സമാൻ തന്ന് എന്നോട് സമാൻ ചോദിക്കാൻ വേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാഹു നമ്മളെ പരിപൂർണമായ റസൂലിനോടുള്ള മഹബത്തുള്ള ആളുകളെ ആക്കി തരട്ടെ. അതിന്റെ ഫലം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമ്മൾക്ക് കിട്ടട്ടെ. اللهم اجعل جمعنا هذا مرحوما تبركنا من بعده تبركا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله تعالى وسلم على سيدنا محمد وآله. سبحان ربك رب العزة عما يصفون.